കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്ര യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം റാണിപുരത്തെ വാലി വ്യൂ റിസോർട്ടിൽ ചേർന്നു. സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. അമ്പലത്രയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനെ കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയായി ഉയർത്തണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്ര യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുല്ലൂർ, പെരിയ, കോടമ്പേളൂർ എന്നീ 2 ഗ്രാമപഞ്ചായത്തുകളിലെ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ആയുർവേദ ഡിസ്പെൻസറിയാണിതെന്നും പ്രമേയത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. റാണിപുരത്തെ വാലി വ്യൂ റിസോർട്ടിൽ വെച്ച് നടത്തിയ യോഗം സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. എന്ത് സാധനം അവര് റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അവരെ നിരോധിച്ചുകൂടാറുള്ളത്. ആഘോഷവേളയിൽ ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ വണ്ടിയിൽ തുണിയായെങ്കിലും ഡ്രസ്സായാലും ഏത് സാധനം നമ്മുടെ ടൗണിലേക്ക് വന്നിട്ട് അവർ വിൽക്കും. ഒരു ലൈസൻസും വേണ്ട. ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായി പ്രക്ഷോഭം നടത്താൻ പോകുന്നത്. അതുപോലെ നേരത്തെ ഇവിടെ വേറെ കാര്യമുണ്ട്, സ്കൂളുകളിൽ പറഞ്ഞത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബി ജയരാജൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി വി കുഞ്ഞിക്കണ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 2025-26 വർഷത്തെ SSLC പരീക്ഷയിൽ വിജയിച്ച യൂണിറ്റ് അംഗങ്ങളുടെ മക്കളെ യോഗത്തിൽ അനുമോദിച്ചു. 2026-28 വർഷത്തേക്കുള്ള യൂണിറ്റിന്റെ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി കെ വി ഗോപാലനും ജനറൽ സെക്രട്ടറിയായി ബി ജയരാജനും ഖജാൻജിയായി പി വി കുഞ്ഞിക്കണ്ണൻ കോട്ടപ്പാറയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് കുടുംബസംഗമം നടത്തി. മോട്ടിവേഷൻ സ്പീക്കർ ബാലചന്ദ്രൻ കൊട്ടോടിയായിരുന്നു സംഗമത്തിന്റെ സാരഥി. ന്യൂസ് ബ്യൂറോ, രാജപുരം.